ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന ഗവൺമെന്റിനെതിരായുള്ള വിധിയെഴുത്തായിരിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ രോക്ഷമുയരും. പട്ടയം, കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ, വന്യമൃഗശല്യം, ജപ്തി നടപടികൾ ഇവയെല്ലാം ഗവൺമെന്റ് ഇടുക്കിയിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച നടപടികളാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തെരഞ്ഞെടുപ്പിൽ ഉയരുമെന്നും ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു. ആ നിലയിൽ ജനങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ ജനരോഷമല്ലാതെ മറ്റെന്താണ് ഇവിടെ ഉണ്ടാകുക? വന്യജീവി ആക്രമണം, നാട്ടിൽ ഇറങ്ങിയിടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഈ സർക്കാരല്ലേ ഉത്തരവാദി. ഇക്കാര്യത്തിൽ വേണ്ടുന്ന വിധത്തിൽ ഇടപെട്ടുകൊണ്ട് ഓരോ മേഖലയിലും സംരക്ഷണ ഭിത്തികളും അതിനനുസരിച്ചുള്ള പ്രതിരോധ മാർഗങ്ങളും, അത് ട്രെഞ്ച് കുഴിക്കേണ്ടടുത്ത് ട്രെഞ്ചും, ഫെൻസിങ് ഉണ്ടാക്കിയെടുക്കേണ്ടടുത്ത് പലതരത്തിലുള്ള ഫെൻസിങ്ങുകളും, ഇങ്ങനെ ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷണം നൽകേണ്ട ഈ സർക്കാർ ഇവിടെ ആ ഒരു ചോദ്യത്തിന് ഇവർ മറുപടി പറയണ്ടേ? അപ്പോൾ ഇടുക്കി ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം കർഷകർ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. എവിടെയാണ് ഇപ്പം ഓരോ മേഖലയിലേക്ക് കടന്നു ചെന്നാൽ ജപ്തി നോട്ടീസ് കിട്ടാത്ത ഏതെങ്കിലും ഒരു കൃഷിക്കാരനെ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ടോ? ആരാണ് ഉത്തരവാദി? കേരള ബാങ്കാണ് ഈ ജപ്തി നടത്തുന്നത് മുഴുവൻ. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഇടുക്കി പാക്കേജ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളൊക്കെ ഇവിടെ എത്രയോ കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ ജില്ലയിൽ വന്ന് പ്രഖ്യാപിച്ചിട്ട് കടന്നുപോയില്ലേ? ഇതൊക്കെ ഈ നാട്ടിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയില്ലേ? സംസ്ഥാന സർക്കാരിനെതിരെ ജനരോഷം ഉണ്ടാവില്ല എന്ന് ധരിക്കാൻ ഉള്ള ഒരു മൗഢ്യമൊന്നും നമുക്കാർക്കും വേണ്ട എന്നുള്ളതാണ് എൻ്റെ വിനീതമായ